ഹായ്, ബോട്ട് ബേസ്ഡ് കാറ്റഗറിയിലുള്ള അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള രണ്ട് വയേർഡ് ഇയർഫോണുകളാണ് 225ഉം അതുപോലെ തന്നെ 242ഉം. അപ്പോൾ കഴിഞ്ഞ ദിവസം 242ൻ്റെ അൺബോക്സിംഗ് ആൻഡ് നോവിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു. അതിലും കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു 225 വാങ്ങിച്ചാലാണോ വർത്ത് ബൈങ് ആകുക, അതല്ല 242 വാങ്ങിച്ചാലാണോ? കാരണം ഇതിന് രണ്ടിനും ഒരേ റേറ്റ് ആണ്, അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷനും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇയർഫോണുകളുടെ ഒരു കമ്പാരിസൺ ആണ്. കൂടാതെ ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ ഏത് വാങ്ങിച്ചാലാണ് നമുക്ക് വർത്ത് ബൈങ് ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ 2017 ജനുവരി 1 225 ആദ്യമായിട്ട് ലോഞ്ച് ആകുന്നത്. അതായത് 5 വർഷവും 2 മാസവും കഴിഞ്ഞു മാർക്കറ്റിൽ ഈ 225 വന്നിട്ട്. 242ലേക്ക് വരുവാണെങ്കിൽ 2019 മെയ് 27 2 വർഷവും ഒരു 9 മാസവും കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ 242 മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ തുടങ്ങിയിട്ട്. 549 രൂപ തന്നെയാണ് ഈ പ്രോഡക്റ്റുകളുടെ വില എന്ന് പറയുന്നത്. എന്നാൽ ഓഫർ സമയങ്ങളിൽ 499, 449, 399ലേക്ക് വന്നിട്ടുണ്ട്. 399 ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. ഞാൻ 242 അതിന്റെ അൺബോക്സിംഗ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 399 സാധനം ഒരു 100 രൂപ കൂടി കോഡ് റെഡീം ചെയ്തിട്ട് 299 രൂപയ്ക്കായിരുന്നു വാങ്ങിച്ചിരുന്നത്. ബ്ലാക്ക്, ബ്ലൂ, ഫോറസ്റ്റ് ഗ്രീൻ, ഫ്രോസ്റ്റി വൈറ്റ്, മോൾട്ടൺ ഓറഞ്ച്, നിയോൺ ലൈം, റെഡ് എന്നിങ്ങനെ 7 കളേഴ്സ് ആണ് പൊതുവെ നമുക്ക് 225 കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് ഇൻറ്റി, ഇൻറ്റി ബ്ലൂ, ഇൻറ്റി ലൈം എന്നിങ്ങനെ 3 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. അതായത് ഈ 3 എണ്ണവും നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ്. അങ്ങനെ 10 കളേഴ്സിൽ ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു 225. ബ്ലൂ, ആക്റ്റീവ് ബ്ലാക്ക്, കാർബൺ ബ്ലാക്ക്, നിയോൺ ഗ്രീൻ, ഓറഞ്ച്, റെഡ്, സ്പിരിറ്റ് ലൈം എന്നിങ്ങനെ 6 കളേഴ്സിലാണ് ഈ ഒരു 242 അവൈലബിൾ ആകുന്നത്. എന്തായാലും കളേഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് 225 തന്നെയാണ് ആ ഒരു ചോയ്സിന്റെ കാര്യത്തിൽ. ഇനി ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ 225 എന്ന് പറയുന്നത് പൊതുവെ ഒരു മെറ്റൽ എന്താ പറയുക കമ്പോണൻസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ 242ലേക്ക് വരുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് കമ്പോണൻസ് ആണ്. ഇതിൽ എടുത്തു പറയേണ്ട നമ്മുടെ ഇയർബഡുകൾ തന്നെയാണ്. 225ൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റൽ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്നൊരു കളറാണ്. ഞാൻ ആ ഒരു അൺബോക്സിംഗ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് ഗ്രീൻ ആണെങ്കിൽ പോലും ഒരു 90% ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് ആണ്. ആകെയുള്ളത് ഇയർബഡുകളിലും അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഗ്രീൻ ഉള്ളത്, ബാക്കി എല്ലാം തന്നെ ബ്ലാക്ക് ആണ്. എന്നാൽ ഇവിടെ 242ലേക്ക് വരണമെങ്കിൽ ഞാൻ ബ്ലൂ ചൂസ് ചെയ്തു. ഫുള്ള് ബ്ലൂ തന്നെയാണ്. ഒരു 90% ബ്ലൂവും ഒരു ബാക്കി ഒരു 10% മാത്രമാണ് ആ ഒരു ബ്ലാക്ക് കാണുന്നത്. എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ബ്ലാക്ക് ആൻഡ് നമ്മൾ പറയുന്ന ഒരു കമ്പനി കോമ്പിനേഷൻ ആണ്. ഒരു ഡ്യുവൽ ടോണോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളുടെയും ഒരു ഡിസൈൻ നമുക്ക് ലഭ്യമാകുന്നത്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സ് തന്നെയാണ് ഈ രണ്ട് ഇയർബഡുകളിലും. അതുകൊണ്ട് തന്നെ ഓഡിയോ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി കോഡ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് 225ൽ ഒരു ഫ്ലാറ്റ് കോഡ്സ് ആണ്. എന്നാൽ നമ്മുടെ 242ലേക്ക് വരുവാണെങ്കിൽ നോർമൽ ആണ്. ഇത് രണ്ടും എന്താ പറയുക അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു ഫ്ലാറ്റ് വയേഴ്സ് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു നോർമലി ഉള്ള നമ്മുടെ വയേഴ്സിനെക്കാളും കുറച്ചുകൂടി കാലം നിലനിൽക്കുമെന്ന് വിശ്വസിക്കാം. രണ്ടിലും നമുക്ക് ബട്ടൺ കൺട്രോൾസ് ഉണ്ട്. എന്നാൽ നമ്മുടെ 225ലേക്ക് വരുവാണെങ്കിൽ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. അതായത് ഒരു MFB മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. ഇനി 242ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ 3 ബട്ടൺസ് കാണാൻ സാധിക്കും. MFB പ്ലസ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. അതായത് നമ്മുടെ MFBയിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും നമ്മുടെ ഈ ഒരു 225ൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തന്നെ നമുക്ക് 242ലും ചെയ്യാൻ പറ്റും. അതിലൊന്നും വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇനി ജാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയാണ് വളരെ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3.5mm ജാക്ക് ആണെങ്കിൽ പോലും നമ്മുടെ 225 എന്ന് പറയുന്ന ഒരു 90 ഡിഗ്രി ആംഗിൾഡ് ഗോൾഡ് പ്ലേറ്റഡ് ജാക്കാണ്. എന്നാൽ 242ലേക്ക് വരുവാണെങ്കിൽ ഒരു സിൽവർ പ്ലേറ്റഡ് നമ്മുടെ നോർമൽ ജാക്കാണ്. ആംഗിൾഡ് ആണ് കുറേ കൂട്ടുകാർ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ PUBG ഒക്കെ കളിക്കുന്ന സമയത്ത് ആംഗിൾഡ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഹൊറിസോണ്ടലി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾഡ് ആണെന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ ഒരു രീതിയാണ് നമ്മൾ കൈയൊക്കെ പിടിക്കുന്ന രീതിക്ക് എന്താ പറയുക ഈ നോർമൽ കേബിൾ ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക ഇപ്പം ഞാനൊക്കെ ഇതുപോലാണ് പിടിക്കുന്നത്. എനിക്ക് ഒരു ഡിസ്കംഫർട്ടും ഇല്ലാണ്ട് കണ്ടോ ഈ ഒരു ഇയർഫോൺ വേണമെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോർമൽ ജാക്ക് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആംഗിൾഡ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു കുറേ കൂട്ടുകാർ അങ്ങനെ ആംഗിൾഡ് ആണോ അതല്ല നോർമൽ ആണോ എന്ന് ചോദിക്കുന്നത്. IPX4ൻ്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് 242ൽ ലഭ്യമാകുമ്പോൾ അവിടെ ഒരു IPX റേറ്റിംഗ് ഒന്നും തന്നെ 225ൽ ഇല്ല. പിന്നെ
5 വർഷത്തിന് മുന്നേ ഇറങ്ങിയ സാധനമാണ് ഈ 225. എന്നാൽ കുറച്ച് 2 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു സംഭവമാണ് നമ്മുടെ 242. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു IPX റേറ്റിംഗ് ഒക്കെ ഇവിടേക്ക് വന്നത്. രണ്ടിലും നമുക്ക് 1 വർഷം വാറന്റി ഉണ്ട്. ഇനി പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോഡ് ലെങ്ത് ആണ്. രണ്ടും സെയിം ഒക്കെ തന്നെ ഉണ്ടാവും. എല്ലാം ഓൾമോസ്റ്റ് 1 മീറ്റർ തന്നെയാണ് നമുക്ക് രണ്ടിലും ഉള്ള ആ ഒരു കോഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ 225 എൻ്റെ ചെവിയിലിരിക്കുമ്പോഴത്തേക്ക് പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇനി 242ലേക്ക് വരുവാണെങ്കിൽ അവിടെയും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം ടാങ്കിൾ ഫ്രീ ആണ്. പക്ഷേ എന്നാലും ഈ 2 പ്രോഡക്റ്റുകളും പ്രത്യേകിച്ച് 242 നല്ല രീതിക്ക് തന്നെ കുരുങ്ങുന്നുണ്ട്. ടാങ്കിൾ ഫ്രീ എന്നൊക്കെ അവർ വെറുതെ പറയുന്നതാണെന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും കംഫർട്ടിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് 242ൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെയും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. എനിക്ക് 225നേക്കാളും കുറച്ചുകൂടി കംഫർട്ടബിൾ ഇഷ്ടപ്പെട്ടത് 242ൻ്റെ തന്നെയാണ്. അതിനൊരു റീസൺ ഇത് പ്ലാസ്റ്റിക് ആണ്. കൂടാതെ ഇതിനകത്തുള്ള നമ്മുടെ സ്നഗ് ഫിറ്റ് ഉണ്ടല്ലോ, അത് ഇൻബിൽറ്റ് ആയതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. നമ്മുടെ 225നും ആ ഒരു സ്നഗ് ഫിറ്റ് ഉണ്ട് കേട്ടോ, എക്സ്ട്രാ ആക്സസറീസിൽ. പക്ഷേ അത് എനിക്ക് വെച്ചിട്ട് ഭയങ്കര ഒരു ഫീല് തോന്നിയില്ല. ഇനി നമുക്ക് ഈ 2 പ്രോഡക്റ്റുകളുടെയും ആ ഒരു മൈക്ക് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, വയേർഡ് ആയതുകൊണ്ട് തന്നെ മൈക്ക് ക്വാളിറ്റി ഭയങ്കരമായിട്ട് നമ്മൾ ബോധിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Bassheads 225ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുവാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഏതാണ്ടോ എൻ്റെ വായനടുത്ത് തന്നെ ഈ ഒരു മൈക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോർമലി ഞാൻ സംസാരിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 242ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് മൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോർമലി ഞാൻ സംസാരിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ വായുടെ അടുത്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മൈക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് നിങ്ങൾക്ക് 242നാണോ അതല്ല 225നാണോ അതല്ല ഇനി രണ്ടിലും ഒരേപോലെ തന്നെയാണോ മൈക്ക് ക്വാളിറ്റി തോന്നിയത്, ഏതായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇനി നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് വരുവാണെങ്കിൽ മ്യൂസിക് ക്വാളിറ്റി പറയുവാണെങ്കിൽ സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു സെയിം ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിൽ രണ്ടിലും കിട്ടുന്നത്. എന്നാൽ നമ്മുടെ 242ൽ ഒരു മിഡിലൊക്കെ ഇട്ട് കേൾക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് 225നേക്കാളും. 242ൽ നമുക്ക് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീലും ഉണ്ട്. എന്നാൽ 225ലേക്ക് വരുമ്പോഴത്തേക്ക് അതില്ല. ഒരു 70% കേൾക്കുമ്പോഴത്തേക്ക് 242ലാണെങ്കിൽ നല്ല ലൗഡായിട്ട് കേൾക്കുന്നുണ്ട്. 225ലേക്ക് വരുവാണെങ്കിൽ അത്രയില്ല. എന്നാൽ ബേസിന് റിച്ച്നെസ് എനിക്ക് ഫീൽ ചെയ്തത് കൂടുതലായിട്ട് തോന്നിയത് 225ലാണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ രണ്ടും നല്ല പെർഫെക്റ്റ് ആണ്. പിന്നെ കംഫർട്ടബിൾ ആണ് നിങ്ങൾ നോക്കേണ്ടത്, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി പിന്നെ ബോട്ട് ആണല്ലോ, അതുകൊണ്ട് തന്നെ ബേസും അതുപോലെ തന്നെ ട്രെബിളും എല്ലാം കൂടെയൊക്കെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ 242 225ൽ നിന്നായിരുന്നു കിട്ടുന്ന ആ ഒരു മ്യൂസിക് ഔട്ട്പുട്ട്. മ്യൂസിക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏത് വാങ്ങിച്ചാലും വരെ പ്രശ്നമൊന്നുമില്ല. പിന്നെ 449 രൂപയ്ക്ക് നമുക്കത് വർത്ത് ബൈയിങ് ആണോ എന്ന് ചോദിച്ചാൽ വർത്ത് ബൈയിങ് അല്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏത് പിക്ക് ചെയ്യും എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയണത് ഇതിൽ രണ്ടിനും നോർമൽ റേറ്റ് എന്ന് പറഞ്ഞത് 549 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഏതിനാണോ വില കുറവ്, പിന്നെ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് 242നാണ്. അതുകൊണ്ട് തന്നെ 242ന് കുറച്ച് കാശ് കുറവാണെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്ക് പോകും. ഇനി അതല്ല 225നാണ് കാശ് കുറവെങ്കിൽ ഞാൻ അതിലേക്ക് പോകും, വേറെ ഒരു സംശയവും. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. രണ്ടിൻ്റെ മ്യൂസിക് ക്വാളിറ്റിയൊക്കെ എല്ലാം സെയിം തന്നെയാണ്. മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആകെ ഉള്ളത് ഡിസൈനിൽ മാത്രമാണ്. അതിൽ മാത്രം നിങ്ങൾക്ക് എന്താ പറയുക ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതിനാണോ വില കുറവ് അതിലേക്ക് അങ്ങ് പോകുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ 225 അല്ല 242 വാങ്ങിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.